രാവിലെ കുഞ്ഞിനെ ജോലിക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കും കേട്ടോ. പുറത്ത് ഇങ്ങനെ നോക്കി പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. എന്താണ് ഇത്ര കാണാൻ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലെന്നേ, എന്നാലും ചുമ്മാതെ പുറത്തോട്ടൊക്കെ നോക്കി ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ സംഗികളുണ്ട്, ഇതാ അവളോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ പതുക്കെ നമ്മുടെ ജോലികൾ തുടങ്ങി. രാവിലെ നല്ല തിരക്ക് പിടിച്ച ജോലിയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് നേരം റെസ്റ്റ് കിട്ടുന്നത് കുഞ്ഞൻ പോയി കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ആ റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പതിയെ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങും. അപ്പം ബെഡ്ഷീറ്റ് കഴുകാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, പുതിയത് വേറെ എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാ അതൊക്കെ പിന്നെ ഒന്ന് എടുത്തിട്ടു. പിന്നെ ഇതാ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. നമുക്ക് കുടിക്കാൻ വേറെ വെള്ളമില്ല, വെള്ളം തിളപ്പിച്ചാണ് ഞങ്ങൾ കുടിക്കാറുള്ളത്, അല്ലാതെ നമ്മൾ പച്ചവെള്ളം അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞൊന്നും കൊടുത്തു വിട്ടതിന് ശേഷം പിന്നീട് തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അത് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വേണ്ടി നമ്മൾ വെച്ചു. കറണ്ട് അടുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ വെള്ളം തിളപ്പിക്കാനൊക്കെ. ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കറണ്ട് ചാർജൊക്കെ ആകുമോ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഒരു മിനിമം ആ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് കറണ്ട് ബില്ലൊക്കെ വരാറുള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും നമുക്ക് വരാറില്ല. നമ്മൾ ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഡെയിലി വെള്ളം തിളപ്പിക്കും, പിന്നെ ചായ ഇടും, പിന്നെ എന്തെങ്കിലും ചൂടാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചൂടാക്കും. അല്ലാതെ നമ്മൾ വേറെ അങ്ങനെ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഗ്യാസിനകത്താണ് നമ്മൾ കുക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗ്യാസും ഒരു 3 മാസത്തിന് മുകളിൽ എനിക്ക് നിൽക്കും കേട്ടോ. മാക്സിമം 3 മാസം കുറയാതെ എനിക്ക് ഗ്യാസ് കാണും, അതിൽ കൂടുതലും കിട്ടുന്ന മാസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഗ്യാസൊക്കെ എത്ര നാൾ യൂസ് ചെയ്യുമെന്നൊക്കെ. നമുക്ക് 3 മാസത്തിൽ കൂടുതൽ നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ എന്താ വീട്ടിൽ നിന്ന് മമ്മി വന്നേട്ടോ. മമ്മി വരുന്നെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് ഇങ്ങോട്ട് വരാൻ അങ്ങനെ അറിയത്തില്ല. അന്നൊരു വട്ടം വന്നപ്പോഴും നമ്മൾ കാറിൽ കൊണ്ട് നമ്മൾ ബസ് കയറ്റി വിട്ടത് കൊണ്ട് ആൾക്ക് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ സംഗി പോയി ഇതാ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ആയത്തിന്ന്. അപ്പോൾ കറക്റ്റായിട്ട് അറിയത്തില്ല ആൾക്ക്, ഇങ്ങനെ എവിടെയും അങ്ങനെ പോകാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയൊക്കെയാണ് അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ വന്നപ്പം തന്നെ നല്ല മഴയായിരുന്നു, നല്ല തകർത്ത് പെയ്യായിരുന്നു. സംഗി പോയി വിളിക്കാൻ പോയപ്പോഴേ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇവർ വരുന്ന സമയം അപ്പം നല്ല രീതിയിൽ മഴ ഉറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഒന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ തുണിയെടുത്ത് ഇതാ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, വിരിക്കാൻ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴാണ് സംഗിയും മമ്മിയും കൂടെ വന്നത്. പിന്നെ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. അവൾ എന്നെ വഴക്ക് പറഞ്ഞിട്ട് പിന്നെ ഇതാ അവളാണ് എടുത്തുകൊണ്ട് പോയി അങ്ങോട്ട് വെച്ച് തന്നു എനിക്കങ്ങനെ അധികം വെയിറ്റ് എടുക്കാൻ പാടില്ലല്ലോ. എനിക്ക് അന്നേ ഡോക്ടർ പറഞ്ഞൊരു കാര്യം അധികം വെയിറ്റ് എടുക്കുകയേ ചെയ്യരുതെന്നുള്ള രീതിയിലാണ്. എന്നാലും ഞാൻ ചിലതൊക്കെ പൊക്കിയെടുക്കും കേട്ടോ. ഓർക്കത്തില്ല, നമുക്ക് വേദനയൊന്നും ഇല്ലെങ്കിൽ ആ ഒരു കാര്യം മറന്നേ പോയി ഞാൻ. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് അവളെനിക്ക് എടുത്തുകൊണ്ട് വന്ന് വെച്ചൊക്കെ തന്നതുകൊണ്ട് വലിയ കാര്യമായി. പിന്നെ ഇതാ തുണിയൊക്കെ ഒന്ന് വിരിച്ച് അകത്ത് തന്നെ ഇട്ടു. മഴ ഇങ്ങനെ പെയ്തും തോന്നുമൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു സിറ്റൗട്ടിൽ തന്നെയാണ് നമ്മൾ ഇട്ടത് കേട്ടോ. സിറ്റൗട്ടിലല്ല, ആ ഒരു പോർച്ചിൽ തന്നെയാണ് നമ്മൾ ഇട്ടത്. കുറച്ച് കഴിഞ്ഞിട്ടെങ്ങാനും അങ്ങോട്ട് മാറ്റി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ കൊണ്ടുവന്നതെന്ന് നോക്കാം കേട്ടോ. വീട്ടിൽ നിന്ന് ആര് വന്നാലും ശരി തന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാതിരിക്കത്തില്ലല്ലോ. ഞാൻ ഓടിച്ചെന്നിട്ട് ഇങ്ങനെ തപ്പരി കേട്ടോ, എന്തെങ്കിലും പാപ്പം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പണ്ടാണെങ്കിൽ അമ്മയൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോറുണ്ടോയെന്ന് കവറിനകത്തൊക്കെ എന്തെങ്കിലും സാധനം ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും കേട്ടോ. ചിലപ്പോൾ ഒരു മിഠായിയെങ്കിലും കൊണ്ടുവരാതെ ഇരിക്കത്തില്ല. അപ്പോൾ ഒരു മിഠായി ആണെങ്കിൽ തന്നെ അത് നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ചെറുതാണെങ്കിലും എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ. നമ്മൾ വലുത് ഒന്നും മോഹിക്കാറില്ല. ഞാൻ ഇന്നേ വരെ ഈ അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. പക്ഷേ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചിലർ വിചാരിക്കും ഈ നിസ്സാര കാര്യമാണോ ഇങ്ങനെ ഇത്ര വലുതായിട്ട് പറയാൻ. നമുക്ക് നിസ്സാരം, നിങ്ങൾക്കത് നിസ്സാരമാണെങ്കിലും ഞങ്ങൾക്കത് വലിയ കാര്യം കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇന്നെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മളിവിടെ കാവറ്റിൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ച് ഞാനും സംഗിയും കൂടെ കുറച്ചകത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൊച്ചിനും കൂടെ വെച്ചിരിക്കണം, രണ്ടും കൂടെ തീർക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് അമ്മ ഉണ്ടാക്കുന്ന കേക്കാട്ടോ. അപ്പോൾ അമ്മ അവിടെ ചെറിയ കച്ചവടമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പം അവിടെ പൊരിപ്പ് സാധനങ്ങളൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാറുണ്ട്, ചെറിയ വെട്ട് കേക്ക് പോലെ. അപ്പോൾ അതും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അമ്മ കേട്ടോ. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത്തിരി അവിടെ ഇവിടത്തേക്ക് കഴിച്ചു. പിന്നെന്താ ആ ഇരിക്കുന്ന ഐറ്റംസ് ചിറ്റ കൊടുത്തു വിട്ടിയാട്ടോ.
അതായത് മമ്മിയൊക്കെ പോയിരുന്നില്ലേ ആ സമയത്ത് കൊടുത്തു വിട്ടിരുന്നായിരുന്നു. അതായത് സേമിയ ഉപ്പുമാവിൻ്റെ പാക്കറ്റ്, അതിൻ്റെ റെസിപ്പി വീഡിയോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് അരിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി പാക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ പൊടിക്കാറേ ഇല്ല. ഞാൻ ഇങ്ങനെ കടയിൽ നിന്നും അങ്ങനെ അരിപ്പൊടിയൊന്നും അങ്ങനെ മേടിക്കാറില്ല. വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്ന അരിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അമ്മയൊക്കെ പൊടിച്ച് കൊണ്ടുവരും. പിന്നെ മാവൊക്കെ വരുമ്പോൾ ചിറ്റ എനിക്ക് കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ആട്ടോ. അങ്ങനെ ഇതാ വന്ന ഉടനെ ഇവിടെ ഒരാൾ പോകുക എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. സാരി മാറ്റി നൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് കേൾക്കുന്നേ ഇല്ല. ഞാൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളുടെ കവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മടക്കി കൊടുത്തിട്ടും പറഞ്ഞാൽ ശരി ഇതെല്ലാം കഴിഞ്ഞു ഇനി പൊക്കോ എന്ന് പറയുമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കുശല വർദ്ധാനങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മമ്മിക്കാണെങ്കിൽ ഇങ്ങനെ ഇരുത്ത വരുത്തേ ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര മനസ്സമാധാനക്കേടാണ്. പിന്നെ തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പോച്ച പറിക്കാനോ പുല്ല് പറിക്കാനൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പം പറയാം ഒന്നും ചെയ്യാനില്ലല്ലോ, പിന്നെ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തേക്ക് നമുക്ക് പച്ചക്കറി സാധനങ്ങളൊന്നും കിടപ്പില്ലായിരുന്നു. മമ്മി വരുന്ന കാര്യം എനിക്ക് പറഞ്ഞതേ ഇല്ല കേട്ടോ. രാവിലെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് എഗ് ബിരിയാണി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇത്രയും ഞാൻ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത്രയും ഐറ്റംസും കൂടെ ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ല, മല്ലിയില മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആക്കിയിട്ട് ആ മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. മിക്കവർക്കും അറിയാം, എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഒരു കുക്കറിനകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് കുക്കർ ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പൈസസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂടെ നമ്മൾ പൂവ് അതെല്ലാം കൂടി അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് ചൂടാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയാണ് ചേർക്കുന്നത്. ഒരുപാടൊന്നും ഇല്ല, 2 മീഡിയം സൈസ് ചെറിയ സവോള കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴണ്ടി വരണം. ആ രീതിയിലൊന്ന് ഇളക്കി എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് തന്നെ നമ്മൾ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ. ഇത് ആദ്യം തന്നെ നമുക്ക് ഇടാം, പക്ഷേ നമ്മൾ ആ ഒരു സ്പൈസസ് ഇടുന്ന സമയത്ത് തന്നെ ഇതിട്ടാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും, മറ്റേതൊന്ന് ചൂടായി വരുന്ന സമയത്ത്. അതുകൊണ്ട് ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഇടുന്ന തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഉള്ളി നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, പിന്നെ ഞാൻ ബിരിയാണി മസാല അന്ന് ചിറ്റിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന അതും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മാഗി ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരെണ്ണം. അതിൻ്റെ ഒരെണ്ണം ഇതിനകത്ത് പൊടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് പേരും ചേർക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ഒരു മാഗി ക്യൂബ്സും പിന്നെ ആ ഒരു ബിരിയാണി മസാല ഇല്ലേലും നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ബിരിയാണി ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഗരം മസാല ഇച്ചിരി കൂടെ ഒന്ന് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ അത് ഉള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്ന ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു തക്കാളിയാണ്, ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ അരിഞ്ഞതും കൂടെ ഇതിനകത്ത് ചേർത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വരണം കേട്ടോ. തക്കാളി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ ഒരു പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെ നല്ല മണം വരും. അപ്പോൾ ആ ഒരു മസാലയുടെയും കൂടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിനകത്തൊരു മുട്ട പൊടിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ ഒരു മസാലയ്ക്ക് ഈ ഒരു മുട്ടയുടെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും നല്ല രീതിയിൽ നിൽക്കും കേട്ടോ. നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ, എഗ് ബിരിയാണി ആണല്ലോ, അപ്പോൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഈ ഒരു മസാല ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു മസാല തന്നെ നമുക്ക് ചിക്കനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ, നമുക്ക് ബിരിയാണി ആയിട്ട്. അങ്ങനെ ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർക്കാനൊന്നും വെച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അരി കഴുകി തന്നെ അങ്ങ് എടുത്തതാണ്, തോരാൻ വേണ്ടി മാത്രമേ വെച്ചിരുന്നുള്ളൂ. ഇത് ഞാൻ ബിരിയാണി റൈസൊന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ പൊന്നിയരി ഇല്ലേ അത് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഉണ്ടാക്കാനായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് എടുത്തേക്കുന്നത് തന്നെ. അതെടുത്താലും കുഞ്ഞരി ആയതുകൊണ്ട് നമുക്ക് ബിരിയാണിക്കൊക്കെ നല്ലതാണ്
എടുക്കേണ്ടതാണ്. ഞാൻ കൂടുതലും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഈ പൊന്നിയരി തന്നെയാണ് എടുക്കുന്നത്. അങ്ങനെ അതും കൂടെ അരിയും കൂടി നമ്മൾ ഇതിനകത്തിട്ടിട്ട് നല്ല രീതിയിൽ ആ മസാലയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നു, 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഉപ്പിച്ചിരി ഒരു കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. അതായത് ഒരു പൊടിക്ക് ഒന്നല്പം കൂടി നിൽക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് ചോറൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപ്പ് കാണത്തുള്ളൂ, ഇല്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും കേട്ടോ. പിന്നെ അതിനകത്തോട്ട് തന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ച 3 മുട്ടയായിട്ട് ചേർക്കുന്നത്. 3 മുട്ടയും കൂടെ ഇട്ട് അത് കുക്കറിന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മാത്രം മതി. അത് ലോ ഫ്ലെയിമിലിട്ട് വേണം അടിക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെള്ളം പെട്ടെന്ന് വറ്റിയിട്ട് അടുക്കി പിടിക്കും. അപ്പോൾ അതും കൂടെ അടിച്ച് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി അടുപ്പത്താക്കിയതിന് ശേഷം ഞാൻ പിന്നെ പോയി ആ ഒരു വിസിലടിക്കുന്ന സമയം കുറച്ച് സമയം എടുക്കുമല്ലോ. ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് അല്പം ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ പോയി ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ കുക്കറിനകത്ത് വിസിലൊക്കെ അടിച്ചതിൻ്റെ എയറെല്ലാം പോയി കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഉള്ളത് അടിപൊളി ബിരിയാണിയാണ്. ഒരു കുഴപ്പമില്ല, അടിക്കും പിടിച്ചിട്ടില്ല, ഒന്നുമില്ല കേട്ടോ. എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിരുന്നു. നല്ല മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കുക്കർ നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് അടിപൊളി മണമാണ്. പിന്നെ ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്നതും പറഞ്ഞാൽ അങ്ങനെ ഒന്നും തോന്നണ്ട കേട്ടോ. ഇത് ഒരല്പസമയം കഴിയുമ്പം തന്നെ ഇത് പെട്ടെന്ന് ആ ചോറിനകത്ത് ആ ഒരു ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് മാറിയിട്ട് നല്ല രീതിയിൽ കട്ടിയാവും. ചൂടോടെ എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾക്കിപ്പോൾ ചൂടാറി ഒരു 10 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാമെന്ന് ഞങ്ങൾ ഇപ്പം തന്നെ സമയം ഒരുപാടായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ചൂടോടെ കഴിക്കാമെന്ന്. പിന്നെ ആ ഒരു മണം എൻ്റെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞോളാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് ഒരു ആകാംക്ഷയായി. ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിനേക്കാളും ഒക്കെ ഒരുപാട് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ വേറെ രീതിയിൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു. അന്ന് ഉണ്ടാക്കിയത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും കിട്ടില്ല ബിരിയാണിയാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വിളമ്പിക്കൊണ്ട് ഇന്നപ്പോൾ കുഞ്ഞിനെ സ്മരിച്ചു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ബിരിയാണി, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന എന്ത് ഫുഡാണെങ്കിലും ആൾക്ക് ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചൂടാക്കിയൊക്കെ കൊടുക്കാമെന്ന് ചോദിച്ചു. എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളുണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവരൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതേ ഉള്ളൂ അന്നേരം തന്നെ മമ്മി ഇറങ്ങാൻ നോക്കി കേട്ടോ. ഞാൻ പോകട്ടെ, എനിക്ക് ബസ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നിൽക്കാൻ പറഞ്ഞിട്ടും ആൾ കേട്ടതേ ഇല്ല. ഇന്ന് ഞാൻ പിന്നെ ഒരു ദിവസം വന്നിട്ട് നിൽക്കാം, ഇന്നെനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇറങ്ങി കേട്ടോ. നല്ല മഴക്കോള് വരുന്നുണ്ട്. അങ്ങ് ചെല്ലുന്നതിന് മുന്നേ മഴ പെയ്യുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു കുടയേ ഉള്ളൂ കേട്ടോ. മമ്മി കുടയൊന്നും കൊണ്ടുവരാതെയൊക്കെയാണ് വന്നത്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നീട് ഞാൻ വന്നിട്ട് ഫുഡൊക്കെ നമ്മൾ കുക്കറിൽ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് മാറ്റി വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പം കട്ടിയാവുമെന്ന്. നല്ല രീതിയിൽ കട്ട് ചെയ്യുക. ആ ഒരു ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ആ ഒരു ആ ചൂട് നിൽക്കുന്ന സമയത്തേ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് മാറും കേട്ടോ. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 3 മുട്ട ഇട്ടുള്ളൂ. ഒരു മുട്ട ഇനി പുഴുങ്ങിയെടുക്കണം കേട്ടോ. കുഞ്ഞൻ വരുന്ന സമയത്ത് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതുവരെ അത് വെച്ചേക്കാം, വെറുതെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകിയൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ എലിസബത്ത് ബിനീഷിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ജൂലൈ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൽത്താഫ്, സംസിയ ഇവരുടെയും വെഡിങ് ആനിവേഴ്സറി ജൂലൈ 8 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ആയിട്ട് വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ 2 കൂട്ടർക്കും നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഹായ് പറയാനും കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പേരും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. രാജലക്ഷ്മിക്കും രാജലക്ഷ്മിയുടെ ഫ്രണ്ടായ മീനുവിനും ഷാരിക സുധീഷിൻ്റെ മകനായ സഞ്ജയ്ക്കും പ്രവീണ കണ്ണൻ്റെ മകളായ ദേവൂട്ടിക്കും നിമ്മി രതീഷിൻ്റെ മക്കളായ നൈഗ നൈവിനും പിന്നെ ആതിര അഖിലിനും മെർസിഹ, അംജിത ഇഷ, റംല അബ്ബാസിൻ്റെ മക്കളായ ഹിബ പൊന്നൂസിനും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു
ചക്കരി ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് നമ്മളടുത്ത് ഹോം ടൂർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചെയ്യാടാ. നമ്മൾ ഈ ഒരാഴ്ചയിൽ വീഡിയോസ് എടുക്കാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് സൺഡേ മാത്രമല്ലേ നമുക്ക് ഒഴിവ് കിട്ടത്തുള്ളൂ, അതായത് കുഞ്ഞിന് ഉള്ള സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സൺഡേ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത ആഴ്ചയെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഇടാമെന്നും പറഞ്ഞിട്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഇടാൻ എന്താ വൈകിയെന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയതുകൊണ്ട് പിന്നെ റെസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.